ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്രാവശ്യം നമ്മൾ സഭയെ കൂടുതലായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് സ്നേഹത്തിൻ്റെ പുൽക്കൂട് ഒരുക്കുന്നത്. ഇന്നലെ നമ്മൾ ബൈബിളിനെ കുറിച്ച് മനസ്സിലാക്കി. ബൈബിൾ എന്ന പുസ്തകത്തെക്കുറിച്ച് അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള വശങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കവർ ചെയ്തു. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ദൈവവചനം വായിക്കേണ്ടത്, എങ്ങനെയാണ് അത് ധ്യാനിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. സങ്കീർത്തകൻ പറയുന്നുണ്ട്, അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ്. നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്ക് 2 ഭാഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ആദ്യത്തേതിൽ വചനത്തെ പകുത്ത് നൽകുന്നു, രണ്ടാമത്തേതിൽ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും പകുത്ത് നൽകുന്നു. ഇതിൽ നിന്ന് തന്നെ നമുക്ക് വചനവായനയുടെ ഒരു ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്വിഗോ എന്ന് പറയുന്ന സന്യാസി രൂപപ്പെടുത്തിയെടുത്ത ഒരു വചനവായന രീതിയാണ് ലെക്സിയോ ദിവിന. അതെന്താണെന്ന് നമുക്ക് ഇന്നത്തെ ദിവസം നോക്കാം. ലെക്സിയോ ദിവിനയ്ക്ക് പ്രധാനമായും 4 തലങ്ങളാണുള്ളത്. ആദ്യത്തേത് ലെക്സിയോ, പിന്നെ മെഡിറ്റാസിയോ, ഒറാസിയോ, കോണ്ടംപ്ലാസിയോ. ലെക്സിയോ എന്ന് പറഞ്ഞാൽ വായിക്കുക അല്ലെങ്കിൽ റീഡിംഗ് എന്നാണ് അർത്ഥം. നമ്മളൊരു വചനഭാഗം ചൂസ് ചെയ്യുന്നു, അതിനെ ആത്മീയമായിട്ടും ഇൻ്റലക്ച്വലായിട്ടും വായിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. ആത്മീയമായിട്ട് വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ തലത്തിൽ ദൈവാത്മാവിൻ്റെ ഒരു സഹായമൊക്കെ യാചിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം വായിക്കുന്നതിന് ആത്മീയമായിട്ടുള്ള വായന എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. ഇൻ്റലക്ച്വലായിട്ടുള്ളൊരു വായന എന്ന് പറയുമ്പോൾ ആ വായിക്കുന്ന ഭാഗത്തിൻ്റെ വ്യാഖ്യാനം കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വായിക്കുന്നു. ഏത് പശ്ചാത്തലത്തിലാണ് അത് എഴുതപ്പെട്ടത്, അതിൻ്റെ രചനാ ശൈലി എന്താണ്, പിന്നെ ബൈബിളിൽ ഈ ഒരു ഭാഗത്തോടനുബന്ധിച്ച് കൊടുത്തിട്ടുള്ള ഫുട് നോട്ട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം വായിച്ചിട്ട്, അതുപോലെ ബൈബിളിൻ്റെ കമൻട്രീസൊക്കെ റെഫർ ചെയ്ത് വായിക്കാൻ പറ്റിയാൽ നല്ലത്. അങ്ങനെ ആ ഒരു വചന വ്യാഖ്യാനം കൂടെ മനസ്സിലാക്കി വായിക്കുന്നതിന് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള വായന എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ തലമാണ് മെഡിറ്റാസിയോ, മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം. നമ്മൾ വായിച്ച ദൈവവചന ഭാഗത്തിലൂടെ ദൈവം എന്താണ് നമ്മോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് ഒരു ധ്യാനത്തിലായിരുന്നു കൊണ്ട് നമ്മൾ പരിശോധിക്കുകയാണ്. എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ജീവിത സാഹചര്യത്തിൽ ദൈവം എന്താണ് എന്നോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആ ഒരു തലമാണ് മെഡിറ്റാസിയോ. മൂന്നാമത്തെ തലമാണ് ഒറാസിയോ, പ്രാർത്ഥന അല്ലെങ്കിൽ പ്രെയർ. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തന്നെ ദൈവവുമായിട്ടുള്ളൊരു സംഭാഷണമാണത്. നമ്മളിന്ന് വായിച്ചു ധ്യാനിച്ച ആ ഒരു വചനഭാഗം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും മാത്രമല്ല, നമുക്ക് ഈ ഒരു ധ്യാനത്തിലൂടെ കിട്ടിയ ചിന്തകളെല്ലാം ദൈവവുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു സമയമാണ് ഈ ഒറാസിയോ എന്ന് പറയുന്ന തലം. നാലാമത്തെ തലം കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ളൊരു തലമാണ് കണ്ടംപ്ലാസിയോ. കണ്ടംപ്ലേഷൻ അല്ലെങ്കിൽ ഐക്യത്തിൻ്റെ ഒരു അനുഭവം ലഭിക്കുന്ന ഒരു തലമാണ് കണ്ടംപ്ലേഷൻ എന്ന് പറയുന്നത്. ദൈവവുമായിട്ടൊന്നാവുന്ന ഒരു മിസ്റ്റിക് എക്സ്പീരിയൻസ് എന്നൊക്കെ വേണമെങ്കിൽ ഈ ഒരു തലത്തിനെ നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. ഒരുപാട് നാളത്തെ നമ്മുടെ പരിശീലനത്തിനും കാത്തിരിപ്പിനും അടങ്ങാത്തൊരു ദാഹത്തിനും ഒടുവിൽ ദൈവം തരുന്നൊരു കൃപയായിട്ടൊക്കെ വേണമെങ്കിൽ ഈ ഒരു അനുഭവത്തെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നോമ്പിൻ്റെ 3-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബൈബിൾ പോർഷൻ എടുത്തു വെച്ചിട്ട് ഈ ലെക്സിയോ ദിവിന വഴി ആ ഒരു ബൈബിൾ പോർഷനെ വായിച്ച് ധ്യാനിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ പൗരസ്ത്യ സഭകളിൽ അലക്സാൻഡ്രിയൻ റൈറ്റിൽ പെട്ട എത്യോപ്യൻ സഭയ്ക്ക് വേണ്ടി നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രിബ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ പുൽക്കൂട്.